ഹലോ നമസ്കാരം. ചന്ദ്രകല ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ജോലി ഏതാണ്, ഏത് മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ശോഭിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഇപ്പോൾ ജോലിയിലാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിന്ന് മാറണം എന്നൊരു ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അത് ഏത് മേഖലയിലേക്കാണ് എന്നൊരു കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ളതാണ് ഈ ഒരു റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെയും പോലെ തംബ്നെയിലിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 3 ഡെക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കാം. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് കേൾക്കുക, സാമ്യമുള്ള മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഓക്കെ, 2ലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസിനെ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. 3 ഗ്രൂപ്പിനുള്ള ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് അല്ലെങ്കിൽ തംബ്നെയിലിലത്തെ 1ാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾക്ക് ഏത് മേഖലയാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൺഫർമേഷൻ കാർഡ് ഗൈഡൻസ് ആണ് എടുക്കുന്നത്. ഓരോ മേജർ അർക്കാന കാർഡ്സിലും സെറ്റ് ഓഫ് ഫീൽഡ്, കരിയർ ഫീൽഡ് ഇൻവോൾവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ 2 കാർഡ്സാണ് എടുക്കുന്നത്. കാരണം ഇത് കളക്റ്റീവ് റീഡിംഗ് അല്ലേ, ഒരുപാട് പേര് കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മേഖലകൾ ഏതാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ജോലി അവർക്ക് ഏതായിരിക്കും, ഏത് മേഖലയിൽ ജോലി ചെയ്താലാണ് അവർ കൂടുതൽ ശോഭിക്കുക, അവർക്ക് ഏറ്റവും നല്ലതായിരിക്കാം. ഓക്കെ, നമുക്ക് ഡെത്ത് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്, സ്റ്റാർ കാർഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല മേഖല, ജോലിയിലെ ഏറ്റവും നല്ല മേഖല എന്ന് പറയുന്നത് ലൈഫ് കോച്ച് ആകുക. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ടാക്സ് കൺസൾട്ടൻറ്റ്, കരിയർ കൗൺസിലർ അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ്, ആ ഒരു ഏരിയയിൽ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ മോർട്ടീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, പക്ഷേ അത് ഈ മോർച്ചറിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അത്രയും ചിലർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക്. ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡാണ്, പക്ഷെ അതും നല്ലതാണെന്ന് കാണുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഇനി സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, എൻ്റർടൈനർ. ഓക്കെ, അതിപ്പോൾ ആർട്ടിസ്റ്റ്, ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു സിംഗർ, ഡാൻസർ, അങ്ങനെ എൻ്റർടൈനർ ഫീൽഡ് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് കാണുന്നു. സയൻറ്റിസ്റ്റ്, ഓക്കെ, സയൻസിൽ ഇഷ്ടമുള്ളവരാണ്, ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് കാണുന്നു. ആസ്ട്രോളജർ, ഓക്കെ, ആസ്ട്രോളജർ എന്നുള്ള പൊസിഷൻ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ വെൽഫെയർ, ഹ്യൂമാനിറ്റേറിയൻ എന്നൊരു ഫീൽഡ്, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പോലെയുള്ളതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് മറ്റുള്ളവർ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ജോബാണ് അത്. ആ ഒരു ഏരിയയും നിങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ MSW ഒക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ്, ഒരു ഹ്യൂമാനിറ്റേറിയൻ എനർജിയിൽ വരുന്നതാണ്. അങ്ങനെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നല്ല എന്താ പറയണ്ടേ ജോബ് ഏരിയാസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയായിരിക്കും, എന്താ പറയുക, നിങ്ങൾ ആ ജോലിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ പറയുന്നു, നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉള്ളതിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് എനർജിയാണ് നിങ്ങൾ എന്താ പറയുക ഇതിൽ നിന്ന്, ഈ ഒരു മേഖലയിലാണ് നിങ്ങൾ പറഞ്ഞ മേഖലയിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു സ്വസ്ഥവും സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തമായൊരു ധാരണയും ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് ഡെത്ത് കാർഡാണ്. നിങ്ങൾക്ക് പുതിയൊരു തുടക്കമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ഒരു റീബർത്ത് നടന്ന ഒരു പുനർജന്മം കിട്ടിയൊരു എഫക്റ്റാണ് ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിലൂടെ നിങ്ങൾക്ക് പേര്, പ്രശസ്തി, ഒരുപാട് വിജയങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ നിങ്ങളുടേതായ ഒരു സ്ഥാനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം അവിടെ നിങ്ങൾ നേടിയെടുക്കുകയാണ്. ആ ഒരു വ്യക്തി, അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സ്പേർട്ട് എന്ന നിലയിൽ അറിയപ്പെടുന്നു. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, അങ്ങനത്തെ ഒരു കാര്യം കാണുന്നുണ്ട്.
ഒരുപാട് അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഈ എൻ്റർടൈനിങ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ ശോഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും പോപ്പുലർ ആകുന്നതും ഫേമസ് ആകുന്നതും കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്നെ ആ കരിയറിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടുന്ന എല്ലാ അവസരങ്ങളും പിന്നാലെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന ഏതെങ്കിലും മേഖലയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ വളരുന്നതിനും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിനും വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു കാര്യമൊക്കെ നേടിയെടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു കാര്യത്തിൽ ലിറ്ററലി നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ജോബ് ഏരിയ ഏതാണോ അതുമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്ന് കാണുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾ വളരെയധികം ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ആ ഒരു നിങ്ങളുടെ ജോലിയിൽ. യൂണിവേഴ്സിൻ്റെയും നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സിൻ്റെയും ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെയും ഒക്കെ പ്രൊട്ടക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു മേഖലയിൽ പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ജോലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളായിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ ശരിക്കും തയ്യാറെടുപ്പുകൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, ഒരു പ്ലാനും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേസമയം ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അതായത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടാം. പക്ഷേ ആരെങ്കിലും എപ്പോഴും നിങ്ങളെ സപ്പോർട്ടിനുണ്ടാകും എന്നൊരു ചിന്ത പാടില്ല. ഓക്കെ, പല സമയങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ ഒരു ധൈര്യത്തോടെ അപ്പോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടായിരിക്കണം. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫീൽഡാണോ നിങ്ങൾ ആഗ്രഹം, നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നത്, അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുത്ത് നിങ്ങൾക്ക് റെഡിയാണ് എന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾ ആക്ഷൻ എടുത്ത് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആക്ടിങ് ഫീൽഡാണ് താല്പര്യം, ഫോർ എക്സാമ്പിൾ പറയണം, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആക്ടിങ് ഫീൽഡാണ് താല്പര്യം. ആക്ടിങ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഒരു കോഴ്സ് അതിനായിട്ട് പഠിക്കുക, അതിൽ നന്നായിട്ട് എന്താ പറയുക ഇൻവോൾവ് ആകുക, ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ ഒരു ശൈലി കൊണ്ടുവരാൻ ശ്രമിക്കുക, നിങ്ങളുടേതായ ഒരു ഇൻപുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ മാക്സിമം ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തി വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അതിലൊരു വഴക്കം എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാൻസിനായിട്ട് നിങ്ങൾ ഓഡീഷൻസിലൊക്കെ പങ്കെടുക്കുക. ഓക്കെ, കൂടുതൽ സീരിയസ് ആയിട്ട് ആ ഒരു കരിയറിനെ പെർസ്യൂ ചെയ്യുക. ആ ഒരു പ്രിപ്പറേഷൻ ഫേസ് ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതും. പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് നിങ്ങൾ റിലാക്സ്ഡ് ആകാൻ ശ്രമിക്കുക. ഒരു ടെൻഷൻ പാടില്ല. ഓക്കെ, അയ്യോ നടക്കോ ഇല്ല അങ്ങനെ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു ജേർണിയിൽ. അപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്തുമെന്നൊരു വിശ്വാസത്തോടെ റിലാക്സ് ചെയ്തുകൊണ്ട് ഈ ഒരു ജേർണി എൻജോയ് ചെയ്യാൻ ശ്രമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡെഫിനറ്റ്ലി അതൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫീൽഡാണ് നിങ്ങൾക്ക് ഏറ്റവും ഈ പറഞ്ഞ സെറ്റ് ഓഫ് ഏരിയാസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റർടൈനർ ഫീൽഡ്, സയൻറ്റിസ്റ്റ്, ആസ്ട്രോളജർ, ഹ്യൂമാനിറ്റേറിയൻ, ലൈഫ് കോച്ച്, മോട്ടീഷ്യൻ, ടാക്സ് കൺസൾട്ടൻറ്റ്, കരിയർ കൗൺസിലർ. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോബ് ഏരിയാസ് അല്ലെങ്കിൽ കരിയർ ഏരിയാസ് എന്നുള്ളത് ആണ് നമുക്ക് ഇവിടെ ഈ റീഡിങ്ങിൽ കിട്ടിയത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽഡ് പിക്കച്ചാം റീഡിംഗ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഷോർട്ട് റീഡിംഗ് ആണ്. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൾ ചെയ്യാതിരിക്കുക. അതിൽ കോളുകൾ സ്വീകരിക്കുന്നതല്ല. വാട്സപ്പിലൂടെ മാത്രം, മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്
നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡാണ് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫീൽഡാണ് നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് കരിയറിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നതിലും ഉയരങ്ങളിൽ എത്തുന്നതിനും ശോഭിക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു കാണുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവർ കരിയറിലെ ഏറ്റവും നല്ല മേഖലകൾ, അവർക്ക് ഏറ്റവും നല്ല മേഖലകൾ ഏതാണ്? ഏത് മേഖലയിൽ ജോലി ചെയ്താലാണ് അവർ കരിയറിൽ കൂടുതൽ ശോഭിക്കുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും? ഓക്കെ, നമുക്ക് 2 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ടാണ് 2 എടുക്കുന്നത്. പേഴ്സണൽ റീഡിങ്ങിലൊക്കെ ഞാൻ ഒറ്റ കാർഡ് എടുക്കുകയുള്ളൂ. കളക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് പേര് കാണുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് 2 കാർഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെർമിറ്റാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റത്തെ കാർഡ്. റൈറ്റർ, ടീച്ചർ, റിസർച്ചർ, സ്കോളർ, ഹീലർ. ഓക്കെ, ഹീലർ എന്നൊക്കെ പറയുമ്പം അതൊരു സൈഡ് ഹസിൽ, ഇപ്പോൾ ടാരോ റീഡർ പോലെ തന്നെയുള്ളതാണ് ഹീലർ എന്നുള്ള ഒരു ഓപ്ഷൻ. അത് പക്ഷേ ഞാൻ ഒരിക്കലും ഒരു മെയിൻ പ്രൊഫഷനാക്കാൻ പറയില്ല, പക്ഷേ അത് നിങ്ങളുടെ സൈഡ് ഹസിലായിട്ടെങ്കിലും നിങ്ങൾ കൊണ്ട് നടക്കേണ്ടതാണ്. ഓക്കെ, റൈറ്റർ, റൈറ്റിംഗ് ഫീൽഡ്, അപ്പോൾ ലിറ്ററേച്ചറൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു ഏരിയ പെർസ്യൂ ചെയ്യാം, അത് നിങ്ങൾക്ക് നല്ലതാണ്. ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക് ടീച്ചർ, ഇപ്പോൾ റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ഫീൽഡ് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. സ്കോളർ, അഗെയിൻ സ്കോളർ എന്നൊക്കെ പറയുമ്പോൾ ഈ ടീച്ചിങ് അതിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എംപറർ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ലീഡർ, ഗവൺമെൻറ് ഒഫീഷ്യൽ, CEO, മിലിറ്ററി ഓഫീസർ. ഇപ്പോൾ മിലിറ്ററിയിൽ നിങ്ങൾക്ക് നല്ലതാണ്. ലീഡർ ഇൻ ദ സെൻസ് ഏതൊരു പ്രൊഫഷനിലും ഹെഡ് പൊസിഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഒരു ഹെഡ് പൊസിഷനിലേക്ക് നിങ്ങൾ ടാലൻറ്റഡ് ആണ്. ആ ഒരു പൊസിഷനിലേക്ക് ഒരു റോള് നിങ്ങൾക്ക് കിട്ടുകയാണ്, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് അതിനെ പെർസ്യൂ ചെയ്യാൻ പറയുന്നു. പിന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽ ആകുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഏറ്റവും നല്ല ഓപ്ഷനാണ്. CEO ലെവൽ വരെ ആ ഒരു എനർജി ഉണ്ട്. CEO എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് ആണ് അല്ലേ, ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് റോൾസ് ഇൻ ജനറൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. പിന്നെ മിലിറ്ററിയിലും ഈ പറഞ്ഞ പോലെ മിലിറ്ററി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നതുമൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ്. ഇനി ഈ ഒരു മേഖലയിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഒരു കരിയർ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഗൈഡൻസും അല്ലെങ്കിൽ ഒരു ചെറിയ ഡീറ്റെയിൽസും പിന്നെ യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു പിക്കച്ചാം റീഡിങ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, പിന്നീട് ചെയ്യുന്നതാണ്. ക്ലാരിഫൈ ദ മൂൺ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് ഈ ഒരു ജോബിൽ ഈ പറഞ്ഞ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വളരെ പോപ്പുലർ ആയിരിക്കും. ഓക്കെ, ആ 6 of Wands കിട്ടിയിരിക്കണേ നിങ്ങളുടെ ആ ഒരു മേഖലയിൽ പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ആ ഒരു പോപ്പുലാരിറ്റിയിൽ എത്തിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ആപ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ റിസൾട്ട്സ്, നിങ്ങൾ കൊണ്ടുവരുന്ന റിസൾട്ട്സ് വളരെ മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഇൻറ്റ്യൂഷനിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ജോബ് കരിയറിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ്, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ നേടിയെടുക്കാനും നിങ്ങൾ ഒരു പോപ്പുലർ ഫിഗറായിട്ട് മാറാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കരിയറിൽ കൂടുതൽ. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആരെങ്കിലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കരിയറിൽ അതും നിങ്ങൾക്ക് തടയാൻ പറ്റും. ഓക്കെ, അവർ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഏതൊരു തരത്തിൽ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ആരും വിജയിക്കില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നു കാണുന്നു. ഇനിയും ജോലിയിൽ ഉയരങ്ങളിൽ എത്തുന്നതിനും കൂടുതൽ അറിവുകൾ നേടുന്നതിനും കൂടുതൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ. ഓക്കെ, അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആസ് എ ഒരു എംപ്ലോയി എന്ന നിലയിൽ അല്ലെങ്കിൽ ആസ് എ ഒരു ജോബ് ഇൻഡസ്ട്രി, ജോബ് മാർക്കറ്റിൽ നിങ്ങളുടെ ഡിമാൻഡ് കൂടുന്നതായിട്ട് കാണുന്നു. ആ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഓഫറുകൾ വരിക. ഓക്കെ, നിങ്ങളായിട്ട് അപ്ലൈ ചെയ്യാതെ പക്ഷെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഓഫറുകൾ വരുന്ന ഒരു രീതി കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും. കരിയർ വൈസ് നിങ്ങൾ വളരെ സ്റ്റേബിൾ, സെക്യൂർ, ഒരു ലീഡർ പൊസിഷൻ, ഒരു ബോസ് എനർജിയിലേക്ക് നിങ്ങളെത്തും. മാത്രമല്ല ഫൈനാൻഷ്യലി, ഓക്കെ, ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി, ഫൈനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് എനർജി. അതായത് ആവശ്യത്തിൽ കൂടുതൽ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുക. ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി, ഭാഗ്യം തുണയ്ക്കുന്ന ഒരു മേഖലകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുക. ഓക്കെ, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുക, അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്.
യാത്രകൾ ഒരുപാട് ചെയ്യാൻ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നു. അതുപോലെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വളരെ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്നതായിരിക്കും ഈ ജോലി, ഈ പറയുന്ന മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഓരോ സമയം ചെല്ലും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് ഇങ്ങനെ ആത്മവിശ്വാസം കൂടി വരും. അതുപോലെയാണ് കാര്യങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ ജോലിയിൽ ഉയരങ്ങളിലെത്തുക. ഓക്കെ, ഒരു നല്ല നല്ല പൊസിഷനിലെത്തുക. ആ ഒരു ഗ്രോത്ത് ഒക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഈ ഒരു മേഖലയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരു ട്രാവൽ റീലൊക്കേഷൻ എനർജി ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി സെറ്റിൽ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മേഖലകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് കാണുന്നു. ഇനി യൂണിവേഴ്സിന് എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. നിങ്ങളോട് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇപ്പം നിങ്ങൾക്കൊരു വേണോ വേണ്ടയോ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇതൊരു പുതിയ തുടക്കമായിട്ട് നിങ്ങളോട് കണക്കാക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എന്താ നന്നാവോ ശരിയാവോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയാണ്. ഈ ഒരു മേഖലയിലൂടെ ഈ പറഞ്ഞ മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുക. ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും അഭിമാനം നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോവുക. നമുക്ക് എംപറർ കാർഡ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്നൊരു വ്യക്തി ഒരു എന്താ പറയുക, നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി, നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ബ്രാൻഡിങ് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കരിയറിൽ. ഓക്കെ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ആ ഒരു മേഖലയിൽ എക്സ്പേർട്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അറിയപ്പെടുക ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നിങ്ങളൊരു റോൾ മോഡലായിട്ട് കാണുക, ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഗൈഡൻസിനായിട്ട് നിങ്ങൾ സമീപിക്കുക. അത്രയും ലെവൽ വരെ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കഴിവിൽ അത്രയും വിശ്വാസം ഉണ്ടാകുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നു. പിന്നെ നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങൾ, ഈ ഒരു ജോലി ഈ പറയുന്ന മേഖലകളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ജോലി പെർസ്യൂ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തേടിയെത്തുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ചില ഹെൽപ്പ് അല്ലെങ്കിൽ ചില ഇൻവിറ്റേഷൻ. ഓക്കെ, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വെബിനാറോ കോൺഫറൻസോ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് അതൊക്കെ നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പോലും നിങ്ങളോട് യെസ് പറയാൻ പറയുന്നു. കാരണം നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്തായാലും നിങ്ങൾ ആ ടോപ്പ് പൊസിഷനിലെത്തും. അത് എത്ര ചെറിയ റോളിൽ നിങ്ങൾ തുടങ്ങിയാലും ഈ മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 3യുടെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നോക്കാം നിങ്ങൾക്ക് ഏറ്റവും നല്ല കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ കൺഫർമേഷൻ കാർഡ് ഗൈഡൻസ് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട്. ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് 3ഉം ഹാങ്ഡ് മാനുമാണ് കിട്ടിയിട്ടുള്ളത്. 3 എന്ന് പറയുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ജോലികൾ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കാണുന്നു. ആർട്ടിസ്റ്റ് ഫീൽഡ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഫീൽഡ്, ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു കരിയർ ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഹാങ്ഡ്മാൻ ആകുമ്പോൾ യോഗ ഇൻസ്ട്രക്ടർ, എഗെയിൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആർട്ട് ഫീൽഡ്, ആർട്ടിസ്റ്റ് അതിപ്പോൾ ഏത് ലെവലിലാണെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഒരു കരിയർ പെർസ്യൂ ചെയ്യുക. നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും, യാതൊരു സംശയമില്ല. സൈക്കോളജിസ്റ്റ് എഗെയിൻ, അപ്പോൾ സൈക്കോളജി, ആർട്ടിസ്റ്റ് ഈ ഒരു ഫീൽഡ് എഗെയിൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നോക്കിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ കൺഫർമേഷനാണ്. ക്രിയേറ്റീവ് ഡയറക്ടർ, അഗെയിൻ അതൊരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു പൊസിഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാവുന്ന റോൾസ്, ഓക്കെ, ജോലികൾ, അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ യോഗ പ്രാക്ടീഷണർ ആകണം എന്നാണെങ്കിൽ അതും നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നു. ഇനി ഈ ഒരു ജോലിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഒരു വളർച്ച എങ്ങനെയായിരിക്കും എന്നറിയാനും യൂണിവേഴ്സിന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ്
ഇതിനെ സംബന്ധിച്ച് നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അവരൊക്കെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻസ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതിൽ അവരുടെ ഒരു വളർച്ച എങ്ങനെയായിരിക്കും? നമുക്ക് എംപററാണ് കിട്ടിയത്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ളതാണ് ആ ഒരു മീനിങ്. ഓക്കെ, അതിൽ ഏറ്റവും ടോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ പല ഓരോ ഏരിയയിൽ നമ്മൾ പറയില്ലേ ആ എക്സ്പേർട്ട് ഇന്ന ആളാണ് എന്ന് പറയില്ല. ഇപ്പോൾ ഫിലിം മേഖലയിലുണ്ട്, അതിൽ എന്താ പറയുക, ഒരു ലെജൻഡ്സ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേര് വളരെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടേതായ ഒരു സ്ഥാനമുണ്ട് അല്ലേ, അവർക്ക് അവരുടേതായ ഒരു ബ്രാൻഡിങ് ഉണ്ട്. അതേ ലെവലിലുള്ള ഒരു വളർച്ചയാണ് ഈ പറയുന്ന കരിയർ ഓപ്ഷൻസിൽ ഏതിലെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും ഉണ്ടാകുക. ഓക്കെ, ഒരുപാട് റെക്കഗ്നിഷൻസ്, അംഗീകാരങ്ങൾ, വിജയങ്ങൾ, നിങ്ങൾ വളരെ സംതൃപ്തരായിരിക്കും. നിങ്ങളുടെ കരിയർ വൈസും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ സംതൃപ്തരായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാനും ഈ ഒരു കരിയർ ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് സാധിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമെന്ന് കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കരിയർ ജേണി എന്ന് പറയുന്നത് വളരെ ലാഭകരമായിരിക്കും. നിങ്ങൾക്ക് വളരെ ലാഭകരമായിരിക്കും. നിങ്ങൾ ഇൻസ്പയർഡ് ആകുമെന്ന് കാണുന്നു. നിങ്ങളത് വളരെ എൻജോയ് ചെയ്യും ആ ഒരു കരിയർ. ഓക്കെ, അതിനോടൊപ്പം തന്നെ അബണ്ടൻസ് വളരെയധികം, അതായത് സാമ്പത്തികമായിട്ടും ഒരുപാട് ഉന്നതി ഉണ്ടാകുന്നതാണ് ഈ ഒരു ജോലി. ഈ പറയുന്ന ഏതെങ്കിലും മേഖലയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയിലെത്തുന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ജോലി പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും മുന്നോട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരില്ല. ഓക്കെ, നിങ്ങളിലേക്ക് ആ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നിങ്ങളിങ്ങനെ ആകർഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയിൽ എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഒരു ഓഫർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ ഓഫറൊക്കെ തന്നെ വരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വളരെയധികം സർപ്രൈസ്ഡ് ആകും. പക്ഷെ നിങ്ങളുടെ എനർജി അത്രയും ഹൈ വൈബ്രേഷനിലായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഓക്കെ, ഈ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ, ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനോടൊപ്പം ഇമോഷണൽ അബണ്ടൻസും ഉണ്ട്. ഫൈനാൻഷ്യൽ അബണ്ടൻസ് മാത്രമല്ല, ഇമോഷണൽ അബണ്ടൻസും ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് സാമ്പത്തികമായിട്ട് ഉന്നതി എന്തായാലും നിങ്ങളുടെ ഈ ജോലിയിലൂടെ ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും എന്ന് കാണുന്നു. നിങ്ങളിൽ തന്നെയുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ വളരെ ത്രൂ ഔട്ട് ഈ ഒരു കരിയറിൽ നിങ്ങൾ വളരെ എൻകറേജ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. നിങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു ലക്ഷ്യം കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം അതിങ്ങനെ ഫോക്കസ് ചെയ്ത് അതിലിങ്ങനെ വർക്ക് ചെയ്ത് നേടിയെടുത്ത് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് കാണുന്നത്. ആ ഒരു എനർജിയാണ് ഉള്ളത്. ഓക്കെ, ഇനി യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. യാത്രകൾ ചെയ്യാൻ എന്തായാലും ഒരുപാട് അവസരം. യാത്ര ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു പറയുന്ന മേഖലകളിൽ നിങ്ങൾ ജോലിക്കായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാവും. അത് കുറച്ച് കയോട്ടിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകണം. അത് പിന്നെ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും മേഖലയിൽ ജോലി നോക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അതെയോ എന്ന് പറഞ്ഞ് അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാം. ഓക്കെ, പലരും നിങ്ങളെ തളർത്താൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗ്യാരണ്ടിയാണ്. ഈ പറയുന്ന ഏതെങ്കിലും മേഖലയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. വിജയം മാത്രമല്ല, നിങ്ങൾക്ക് വളരെ സംതൃപ്തി നിറഞ്ഞ ഒരു കരിയർ ലൈഫ്, ഒരു പ്രൊഫഷണൽ ലൈഫാണ് ഉണ്ടാകുക. അത് നിങ്ങളുടെ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, വളരെ റിലാക്സ്ഡ് ആയിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ടെൻഷൻ അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ കാരണം ഈ ജോലി നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു. മാത്രമല്ല നിങ്ങൾക്കിത് വളരെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് എന്താ വെച്ചാൽ
ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക, എങ്ങനെ പെർസ്യൂ ചെയ്യണം ഈ ഒരു കരിയർ. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരു എക്സ്പേർട്ട് നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കണമെന്ന് നോക്കുക. അതിങ്ങനെ ധൃതി വെച്ച് വെപ്രാളപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സമാധാനത്തിൽ സമയമെടുത്തുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് ആക്ഷൻസ് എടുത്തു തുടങ്ങാം. ഓക്കെ, യൂണിവേഴ്സിൽ സർവ്വത സമർപ്പിച്ച് യൂണിവേഴ്സിനെ സമ്പൂർണ്ണം വിശ്വസിച്ച് രണ്ടും കൽപ്പിച്ച് നിങ്ങൾ ഏത് മേഖലയാണോ നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളതിൽ വിജയിക്കും. മുന്നും പിന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട, കൂടുതൽ കാട് കയറി ചിന്തിക്കാൻ നിൽക്കൊന്നും വേണ്ട. യൂണിവേഴ്സ് എനിക്ക് തന്ന ഗ്യാരണ്ടിയാണ്, ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റ് മൊമെൻറ്റിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഈ ഒരു കരിയർ ജേർണിയിൽ എപ്പോഴും നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ, വിജയങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല സമയങ്ങൾ, അതിലൊക്കെ ഫോക്കസ് ചെയ്യുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 3 റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. യാതൊരു കാരണവശാലും ഞാൻ കോളുകൾ സ്വീകരിക്കുന്നതല്ല. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ട് വാട്സപ്പിൽ മെസ്സേജിലൂടെ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക്